ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. നമുക്ക് നമ്മെ വിലയിരുത്താനും നമ്മുടെ ജീവിതം 10 കൊല്ലം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 50 വർഷം നാം ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിലൂടെ സംഭവിക്കുന്നുവെന്നത് ഒരുപക്ഷെ ബയോളജി ക്ലാസ്സിൽ നിന്നും അതല്ലെങ്കിൽ നിങ്ങളുടെ രസതന്ത്ര പഠനങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ക്ലാസ് മുറിയുടെ പരിസരത്ത് നിന്നും A+കൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കെയർലെസ് ആയ പഠനത്തിൻ്റെ രീതികൾക്കിടയിൽ നാം വായിക്കാതെ പോയ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം വായിക്കാൻ വേണ്ടി ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് ഞാൻ വരുന്നു. ആ വീഡിയോ ദൃശ്യത്തിൻ്റെ കൂടെ എഴുതിയ കമൻസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മഹാ ഫാക്ടറിയാണ്. ശബ്ദ ശല്യങ്ങളില്ലാത്ത അതല്ലെങ്കിൽ പുകയുടെ ദ്രോഹങ്ങളില്ലാത്ത തൊഴിലാളി സമരങ്ങളില്ലാത്ത അതല്ലെങ്കിൽ ഹർത്താലുകളും ബന്ദുകളുമില്ലാത്ത പണിമുടക്കാത്ത ഒരു മഹാ ഫാക്ടറി. ആ ഫാക്ടറിയുടെ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ശരീരത്തിൽ 24 മണിക്കൂറും ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന നമ്മൾ, പ്രശംസ ആഗ്രഹിക്കുന്ന നമ്മൾ, വളരെ വയസ്സായ ഒരാൾ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾക്കൊന്ന് സീറ്റ് നീങ്ങിക്കൊടുത്താൽ അയാൾ ഇരിക്കുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിമർശന ബുദ്ധി ഉണ്ടാകും. ആരെങ്കിലും നമ്മളെ കാലിലൊന്ന് ചവിട്ടിയാൽ ഒരു സോറി പറയാതെ കടന്നുപോയാൽ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ ആയിരങ്ങളിരിക്കുന്ന സദസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും തനിച്ചാകാൻ കഴിയണം. ഞാനെന്ന ആത്മവിമർശനത്തിൻ്റെ ലോകത്തേക്ക് തിരിച്ചെത്തി നമുക്ക് ചോദിക്കാൻ പറ്റണം. വേറെ പലർക്കും വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫോട്ടോ, ധോണിയുടെ ഫോട്ടോ പേഴ്സിൽ സൂക്ഷിച്ച സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു പുതിയ ഫിലിം വരുമ്പോൾ ആ ഫിലിമിനനുസരിച്ച് മുടി അതിലെ സ്റ്റാറിൻ്റെ രീതിക്കനുസരിച്ച് മുടി ചെത്തി കൂർപ്പിക്കുന്നവർ നമ്മുടെ അരികിൽ ഇരിക്കുന്നില്ലേ? ലോകത്ത് പാടപ്പെടുന്ന പാട്ടുകൾക്കൊപ്പം ഈണം പിടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ലേ? അവർക്കൊക്കെ വേണ്ടത് നടക്കുന്നുണ്ട്. പല ക്യാമ്പസ് വിസിറ്റുകൾക്കും ചെല്ലുമ്പോൾ ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും ഋത്വിക് റോഷനും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഉണ്ടാകും അല്ലേ? രാവും പകലും ചുമരിലുണ്ടാകും. അവരൊക്കെ നമ്മൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഹയ്യാൽ അസ്സലയും ഹയ്യാൽ അൽ ഫലയും പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്വിച്ച് ഓൺ ചെയ്യാതെ, എന്തെങ്കിലും ഒരു നടപടിക്രമം ചെയ്യാതെ ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്ന പടച്ച തമ്പുരാന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ നോക്കുന്നു? അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ജീവിതത്തെ കുറച്ച് ശ്രദ്ധിച്ചുപയോഗിക്കണം.